ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്ന നേരത്ത് സാറ്റാ സീറ്റ്. ഇവിടെ നമ്മൾ സാറ്റാ സീറ്റ് അടിക്കാൻ പോകുന്നത് അവിടെയാണ് നമ്മൾ എണ്ണാൻ പോകുന്നത്. 100 വരെയായിട്ട് എണ്ണണ്ടേ? എടാ എണീക്കടാ. ഇപ്പൊ ആരാ എണ്ണണ്ടേ? നിരഞ്ജന എണ്ണണ്ടേ? എണ്ണാൻ പോവാണ്. ഒന്ന് കുളിക്കാം. നമ്മളിത് ഇവിടെ നീ ഉറങ്ങാൻ പോണാ? എന്താണോ നീ പറഞ്ഞു കൊടുക്കല്ലേ? നീ ആരാ ആദ്യം എണ്ണണ്ടേ? ആദ്യം ആരാ കണ്ടുപിടിച്ചേ? നന്ദുവാ? ഫസ്റ്റ് ആരാ? ഫസ്റ്റ് ശ്രീകുട്ടനാണ് എണ്ണാൻ പോകുന്നത്. ഓ ഇതിന്റെ അടിയില് ശ്രീകുട്ടൻ നമ്മള് കറക്റ്റന്റെ പുറകെയായിട്ട് ഒളിച്ചിരിക്കണ. ആണോ? നമ്മുടെ മുട്ടക്കുട്ടൻ വന്നിട്ടുണ്ട്. ഇടാ നിന്റെ മുടിയൊക്കെ എന്ത്? ഇപ്പൊ ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂരുള്ള ചിറ്റിലപ്പള്ളിയിലാണ്. ഇവിടെ എൻ്റെ ഒരു കസിൻ്റെ വീടിൻ്റെ അടുത്ത് ഇവിടെ കണ്ടോ ആനേനെ കിട്ടിയിട്ടുണ്ട്. ആനയുടെ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള വീട് കണ്ടോ? എവിടെയാണ് ഈ ആനേനെ കിട്ടിയേക്കണേ? ഇത് നമ്മുടെ ചിറക്കൽ വീടാണ്. ചിറക്കലിൻ്റെ 2 ആനയുണ്ട് കേട്ടോ ഇവിടെ. ചിറക്കൽ ശബരിനാഥും അതുപോലെ തന്നെ ചിറക്കൽ ഗണേശൻ. ഇത് ചിറക്കൽ പത്മനാഭൻ. ആനേനെ കാണാൻ വന്നിട്ട് ഇത് ഇവിടെ തോട്ടിയൊക്കെ കിട്ടിയത് മാങ്ങ കുറച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചാമ്പയ്ക്ക മാങ്ങ എല്ലാ സർവ്വ സാധനങ്ങളും പറിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇത് പണ്ടത്തെ മിന്നുകെട്ട് എന്ന് പറഞ്ഞ സീരിയൽ പിടിച്ച വീടാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുണ്യാളൻ അഗർബത്തിയിൽ നമ്മുടെ ജയസൂര്യയുടെ വീടാണിത്. ഇത് നമ്മുടെ ചിറ്റിലപ്പള്ളി ചിറക്കൽ വീട്. ഇവരുടെ ആനകളാട്ടോ. ഇത് ഇവിടെ 3 ഉണ്ട്. ഇവിടെ ചിറക്കൽ ശബരിനാഥ്, ചിറക്കൽ ഗണേശൻ കിടക്കുന്നുണ്ട്, താഴെ ചിറക്കൽ പത്മനാഭൻ. നമ്മൾ ഫോട്ടോ എടുക്കാൻ നേരത്തെ ഇതേ ഒരാളിവിടെ മാങ്ങി തിന്നുകൊണ്ടിരിക്കുക. എല്ലാവരും നിൽക്ക്. ഞങ്ങളങ്ങനെ വീട്ടിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മളിന്ന് തൃശ്ശൂർ സാമ്പിൾ മേടിക്കിട്ടുണ്ട്. അപ്പം നമ്മളത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ കൂടെ ഒരാളുണ്ട്. നമ്മുടെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശിവൻ ചേട്ടൻ. യെസ്, തൃശ്ശൂരിലെ എല്ലാ സ്പന്ദനം അറിയുന്ന നമ്മുടെ ശിവൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ശിവൻ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇപ്പം സമയം 5:15. അവിടെ നമുക്ക് 7 മണിക്കാണ് നമ്മുടെ സാമ്പിൾ വെടിക്കിട്ട് അവിടെ തുടങ്ങാൻ വേണ്ടി പോകണം. 9 മണിയുടെ ട്രെയിൻ നമ്മൾ എന്നിട്ട് തിരിച്ചു പോകും. ബസ്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗ്. ഒരു വണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ബ്ലോക്കാട്ടത് ശരി പോലെ. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ഇവിടെ പരിപാടിയെല്ലാം കഴിയുമ്പോൾ എന്തായാലും ഒരു 9 മണിക്ക്. അപ്പോൾ നമ്മൾ 9:30 ജനറൽ ടിക്കറ്റാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങറ്റത്ത് ഫുള്ളും ക്രൗഡാട്ടോ. ഇത് അവിടെ നമ്മൾ വന്ന വഴി കൂട്ടം തെറ്റിപ്പോയിട്ടാ. ഇനി അവരൊക്കെ കണ്ടുപിടിക്കണമല്ലോ. ഞങ്ങളുടെ അടുത്ത് ലൊക്കേഷൻ പറഞ്ഞാൽ എന്താണ്, ഗോപുരത്തിൻ്റെ അടുത്ത് നിന്നാൽ മതി. ഇവിടെ ഫുള്ളും ഗോപുരം മാത്രമേ ഉള്ളൂ. അടുത്ത ഹിന്റ് പറഞ്ഞു തന്നിട്ടില്ല, പോലീസുകാരുടെ അടുത്താണ്. ഇവിടെ ഫുള്ളും പോലീസുകാരന്മാർ മാത്രമേ ഉള്ളൂ. പണിപാളി നെറ്റുമില്ല. അങ്ങനെ നമ്മൾ അവരെ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരെ കണ്ടുപിടിച്ചിട്ടാ. ഇപ്പം 7 മണി. നമ്മൾ 7 മണിക്കാണ് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞത്. 7 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാണ് തുടങ്ങുമായിരിക്കും. നമ്മൾ നിന്നത് കുറച്ച് ദൂരെയായി പോയി തോന്നുന്നത്.
രണ്ടാമത്തെ വെടിക്കെട്ട് കാണാൻ നിൽക്കണില്ല കേട്ടോ. നമ്മുടെ തൃശ്ശൂർ കെട്ടിക്ക് നമ്മൾ ടാറ്റ കൊടുത്തിട്ട് നമ്മൾ പോവാണ്. നമ്മളങ്ങനെ ഒരുവിധം പുറത്തോട്ട് വന്നു കേട്ടോ. എൻ്റെ മുന്നിൽ ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ സമയത്താണിത് അടുത്ത വെടിക്കെട്ട്.